നമ്മുടെ മേലൊരു കോളിംഗ് ഉണ്ട്. എന്തുവാ? നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ വിളിയുടെ പരമപ്രധാനമായ ഉദ്ദേശം അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ നമ്മൾ ഘോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഇവിടെ ഇരിക്കുന്ന എൻ്റെ മേലും നിങ്ങളുടെ മേലും നാം ഓരോരുത്തരുടെ മേലും കിടക്കുക. ആമേൻ. സഭായോഗത്തിന് വന്നു നമ്മൾ പാട്ടുപാടി ആരാധിച്ചു പ്രാർത്ഥിച്ചു പോകുവാനല്ല, നമ്മുടെ മേൽ കിടക്കുന്ന നിയോഗം എന്തെന്ന് തിരിച്ചറിയണം. മുമ്പേ നാം ഇവിടെ കിടന്നവരാ, ഇപ്പോൾ നാം എവിടെ ആയിരിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. അന്ധകാരത്തിൽ കിടന്ന നമ്മെ തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു വേർതിരിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ ഉള്ള ഒരു തിരഞ്ഞെടുപ്പ് നാം ഓരോരുത്തരുടെ മേലും കിടക്കുക. ആമേൻ. എങ്ങനെ അവൻ തിരഞ്ഞെടുത്തത്? ഒരു ജാതിയായി, രാജകീയ പുരോഹിത വർഗമായി, വിശുദ്ധ വംശവും സ്വന്തം ജനവുമായി അവൻ നമ്മെ തിരഞ്ഞെടുത്തു. മുമ്പേ നമ്മൾ അന്യരും പരദേശികളുമായിരുന്നു. മുമ്പേ നമ്മൾ ദൂരസ്ഥരായിരുന്നു ദൈവത്തിന്റെ മുമ്പിൽ. എന്നാൽ ഇന്ന് നമ്മൾ സമീപസ്ഥരാ. എന്തിനാ നമ്മളെ സമീപസ്ഥരാക്കിയത്? സ്വന്തം ജനമായി, സ്വന്തം ഭവനക്കാരായി ദൈവം നമ്മെ വേർതിരിച്ചിരിക്കുക. പുരോഹിതനായിട്ടല്ല, രാജകീയ പുരോഹിത വർഗമായി അവൻ നമ്മെ വേർതിരിച്ചിരിക്കുകയാണ്.